എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കിലാണല്ലേ. അപ്പം ഞാനോർത്ത് ഇന്നൊരു മട്ടൺ ബിരിയാണി ആയാലോ. എന്നും മലബാർ ബിരിയാണിയൊക്കെ അല്ലേ വല്ലപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊരു മട്ടൺ ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 4 വലിയ സവാള എടുത്തു, തീരെ സ്ലൈസാക്കി അരിഞ്ഞു, ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, അത് നന്നായിട്ട് വഴറ്റി ബ്രൗണാക്കി പൊരിച്ചെടുത്തു, മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് 1 കിലോ നെയ്യും ഒരല്പം നെയ്യും എല്ലുമൊക്കെയുള്ള 1 കിലോ ആട്ടിറച്ചി കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു 10 പച്ചമുളക്, എനിക്ക് എരിവ് വേണം, 10 പച്ചമുളക് നുറുക്കിയതും, പിന്നെ 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയും നുറുക്കിയതും, പിന്നെ 1 വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, ചെറിയ ടീസ്പൂണ് ജീരകപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച സവാള പൊരിച്ചത് 2 പിടി നുറുക്കി അതും ചേർത്തു, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും, പിന്നെ 1 നാരങ്ങയുടെ നീരും, പിന്നെ ഞാൻ സവാള പൊരിച്ച് മാറ്റി വെച്ച ഓയിലില്ലേ അതും 2 സ്പൂൺ ഒഴിച്ച് നല്ലവണ്ണം കൈ കൊണ്ട് കുഴച്ചു. അങ്ങനെ നമ്മളത് സൈഡിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഞാനൊരു 1 മണിക്കൂറാണ് വെച്ചിട്ടാണ്. പക്ഷേ ഹൈദരാബാദ് ബിരിയാണി വെക്കുമ്പോഴേക്കും അവർ പപ്പായ അരച്ച് ചേർത്ത് 4 മണിക്കൂർ വെക്കും. അപ്പോൾ അത് ആ പപ്പായയുടെ ചൂട് കൊണ്ട് അത് പകുതി വേകുമെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് പപ്പായൊന്നും ഇല്ലായിരുന്നു, ഞാനതുകൊണ്ട് പപ്പായ വെച്ചിട്ടില്ല. പിന്നെ ഹൈദരാബാദിലായത് കാരണം കുറച്ച് അറിയാം, അവർ വെച്ചതൊക്കെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുക്കർ അടുപ്പേ വെച്ച് കുക്കറിലേക്ക് ഈ മരിനേറ്റ് ചെയ്ത് വെച്ച ഇറച്ചി അതിനകത്തേക്ക് ഇട്ടിട്ട് ഞാൻ ആ പാത്രം നിന്ന് കഴുകി 1/4 കപ്പ് വെള്ളം അധികം വേണ്ട, വെള്ളം ഇങ്ങോട്ട് വരും ഇതിൽ, അതുകൊണ്ട് അത് ഒഴിച്ച് കുക്കർ മൂടി വെച്ച് ഞാൻ എൻ്റെ കുക്കറിൽ ഒരു 10 വിസിൽ വരുത്തിച്ചിട്ട് വിസിലധികം വരണം. ആ സമയം കൊണ്ട് നമ്മൾ അരമണിക്കൂറത്തേക്കും അരി കുതിരാൻ വെച്ചിരുന്നു. ഞാനിത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ എടുത്തത്. അപ്പോഴേക്കും ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉപ്പിട്ട് കറുവാപ്പട്ട 2 പീസിട്ട് കരയാമ്പിട്ട് കറുവേല ഇട്ട് 3-4 ഏലക്ക ഇട്ട് കാണാം നമുക്കിതിൽ. അത് വിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അരമണിക്കൂർ കുതിർത്ത അരി ഇട്ട് വേവിച്ചു, ഊറ്റിയെടുത്ത് കണ്ട 80% വേവിക്കാൻ പാടുള്ളേ, ഉറങ്ങാണ്ട് ഇങ്ങനെ 80% വേവിച്ച് ഊറ്റിയെടുത്ത്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഇറച്ചി റെഡിയായിട്ടുണ്ട്. കുക്കർ വന്നപ്പോൾ കണ്ട നെയ്യൊക്കെ ഇങ്ങനെ പൊന്തി വരണം. എന്നിട്ട് ഈ മാറ്റി വെച്ച അരി നമ്മൾ ഈ ചോറ് എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ എല്ലാം ദമ്മിട്ട് ഇവരുടെ ഹൈദരാബാദിൻ്റെ ടേസ്റ്റ് വെറൈറ്റി വ്യത്യാസം പറഞ്ഞാൽ നമ്മുടെ ഇതുമായിട്ട് ഇവർ തക്കാളി എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് ഇടാറില്ല. പിന്നെ ജീരകം ഇടും, മല്ലിപ്പൊടി ഇടും. ഈ സാധനങ്ങളൊന്നും നമ്മൾ തക്കാളിയാണ് കൂടുതലിടുന്നത്. പിന്നെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച 1 പിടി സവാള നുറുക്കി മാറ്റി വെച്ചില്ലേ, അതിൽ നിന്നെടുത്ത് അതും ഇട്ട് മല്ലിച്ചീരയും പുതിനയും ഇട്ട് 1 നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് 1 സ്പൂൺ ഗരം മസാലയും ഇട്ട്, പിന്നെ നമ്മൾ പൊരിച്ച സവാള പൊരിച്ച എണ്ണയും 1 സ്പൂൺ അത് ഒഴിച്ച് 1 സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ച്. അപ്പോഴേക്കും നല്ല മണവും നല്ല ഫ്ലേവറും ഒക്കെ ആവും. എന്നിട്ട് 10 മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് ആ മൂടി മാറ്റി കഴിഞ്ഞപ്പോഴേക്കും എന്താ സ്മെല്ല്. അടുത്തൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. സ്മെല്ല് ഇവിടാർക്കും അറിയില്ലല്ലോ ഈ മസാലയും ബിരിയാണിയൊന്നും, എല്ലാവരും നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ കണ്ട ഇങ്ങനെ ഇറച്ചിയൊക്കെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ബിരിയാണി വെക്കുമെന്നറിയാം, എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എപ്പോഴും നമ്മൾ കേരളത്തിൽ മലബാർ ബിരിയാണി തന്നെയല്ലേ വെക്കണം. പക്ഷെ നല്ല ടേസ്റ്റുണ്ട്, നല്ല മണവും നല്ല ടേസ്റ്റും മരിയെന്ന് പറയുന്നത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പാത്രത്തിലിട്ടത് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും വെക്കാത്തവർ, വെച്ചിട്ടുണ്ടാകും മിക്കവരും, വെക്കാത്തവരൊന്ന് വെച്ച് നോക്കണം. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.